ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി പിതൃതർപ്പണ കർമ്മവും മഹാതിലഹോമവും മഹാപിതൃ സായൂജ പൂജയും കർക്കിടകം 27 ഓഗസ്റ്റ് 12 തീയതി ബുധനാഴ്ച. കൂടുതൽ വിവരങ്ങൾക്ക് 0484262001. ജനവാസ മേഖലയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ക്വാറി മൂലം മറ്റൊരു ചൂരൽമല ആവർത്തിക്കുമോ എന്ന ആശങ്കയിൽ ഒറ്റപ്പാലം അനങ്ങനടി പാവുക്കോണം നിവാസികൾ. ഉരുൾപൊട്ടിയതിനെ തുടർന്ന് പരിസ്ഥിതി ലോല മേഖലയായി ഉൾപ്പെടുത്തിയ പ്രദേശത്ത് കരിങ്കൽ ക്വാറി പ്രവർത്തിക്കുന്നത് മൂലം ഏറെ ആശങ്കയിലാണിവർ. 2018 പ്രളയത്തിൽ ഉരുൾപൊട്ടലുണ്ടായി നാശനഷ്ടം വിതച്ച പരിസ്ഥിതി ലോല മേഖലയിലാണ് ജനജീവിതത്തിന് ഭീഷണിയായി പാവുക്കോണത്ത് ഇങ്ങനെയൊരു കരിങ്കൽ ക്വാറി പ്രവർത്തിക്കുന്നത്. നിത്യേന ടൺ കണക്കിന് കരിങ്കല്ലാണ് ഇവിടെ നിന്നും ടോറസുകളിൽ കയറ്റി പോകുന്നത്. മഴ കനക്കുമ്പോൾ ക്വാറിയോട് ചേർന്നുള്ള വീട്ടുകാർക്ക് വലിയ ഭീതിയാണ്. ക്വാറിക്കുള്ളിൽ കൂട്ടിയിട്ടിട്ടുള്ള മണ്ണും കല്ലുമെല്ലാം ഉരുൾ എടുക്കുമോ എന്ന ആശങ്കയാണ് ഇവർക്ക്. ഉഗ്രസ്ഫോടനത്തോടെ ക്വാറിയിൽ നടത്തുന്ന ഖനനം സമീപത്ത് നിരവധി വീടുകൾക്കാണ് ആഘാതമേൽപ്പിച്ചത്. ഇവയെല്ലാം ചൂണ്ടിക്കാട്ടി ജനരോഷം കടുത്തപ്പോൾ ക്വാറിക്ക് ഒരു തവണ അനങ്ങനടി പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും ലാൻഡ് ട്രിബ്യൂണൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ നിന്നുള്ള അനുമതി ക്വാറിക്ക് അനുകൂലമായിരുന്നു. ഒരു തവണ ഉരുളെടുത്ത ഈ പ്രദേശത്ത് എങ്ങനെ ക്വാറിക്ക് അനുമതി ലഭിച്ചു എന്നതാണ് പ്രദേശവാസികൾ ചോദ്യമുയർത്തുന്നത്. അതീവ പരിസ്ഥിതി ലോല പ്രദേശമാണ് ഈ പ്രദേശം. 2 ഉരുൾപൊട്ടലുകളാണ് ഈ പ്രദേശത്ത് നടന്നു കഴിഞ്ഞിട്ടുള്ളത്. ഇതിന് ഏകദേശം ഒരു 200 മീറ്ററിന് അപ്പുറത്താണ് തുറങ്ങുന്ന പ്രദേശത്ത് വലിയൊരു ഉരുൾപൊട്ടലുണ്ടായത്. ഇവിടുന്ന് തന്നെ 150-160 മീറ്ററിൻ്റെ ഉള്ളിലാണ്, ഇതിൻ്റെ തൊട്ട് മുകളിലാണ് മറ്റൊരു ഉരുൾപൊട്ടലുണ്ടായിട്ടുള്ളത്. വലിയൊരു ഭീതി ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും വ്യത്യാസമല്ലാതെ നിരന്തരമായി ഇതിങ്ങനെ പൊട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിലുള്ള ഖനനമാണ് നടക്കുന്നത്. ഇവിടുത്തെ കുട്ടികൾക്ക് മര്യാദക്ക് ഉറങ്ങാനോ അവർക്ക് പഠിക്കാനോ കഴിയാത്ത രീതിയിൽ വലിയ മാനസിക സംഘർഷം ഇവിടുത്തെ കുട്ടികൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നേരെ താഴെയാണ് ഇവിടെ ഹെൽത്ത് സെൻറ്റർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സബ് സെൻ്റർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, മദ്രസയും പള്ളിയും LP സ്കൂളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 100 കണക്കിന് മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം ഇതിൻ്റെ നേരെ താഴെയാണ്. വലിയൊരു സ്ലൈഡിങ് ഏത് നിമിഷവും കൂടെ സംഭവിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അനിയന്ത്രിതമായി മുകൾ പ്രതലത്തിലുള്ള മണ്ണുകൾ മുഴുവൻ ഒരു പ്രദേശത്തേക്ക് കൊണ്ടുപോയി കൂട്ടിയിട്ടിരിക്കുകയാണ്, ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നുമില്ലാതെ. മഴ കനത്താൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ജനപ്രതിനിധികളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ട്. ഏത് സമയവും വലിയൊരു ദുരന്തം, കവളപ്പാറയിലെ പോലെ ചൂരൽമലയിലും മുണ്ടക്കയിലും പോലെ വലിയൊരു ദുരന്തം അനങ്ങനടി നേരിടാൻ പോവുകയാണ്. ശക്തമായ മഴയെ തുടർന്ന് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചപ്പോൾ അടക്കം ക്വാറി പ്രവർത്തിച്ചുവെന്നും ആരോപണമുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി വിവിധ വകുപ്പുകൾക്ക് പരാതി നൽകി ക്വാറിക്കെതിരെയുള്ള നിയമ പോരാട്ടങ്ങൾക്ക് ഒരുങ്ങുകയാണ് പ്രദേശവാസികളുടെ സംയുക്ത സമിതി. ഒരു തവണ സ്റ്റോപ്പ് മെമ്മോ നൽകിയത് അല്ലാതെ മറ്റൊരു നടപടികൾക്കും അനങ്ങനടി പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകുന്നില്ലെന്ന് വലിയ ആക്ഷേപവും പ്രദേശവാസികൾ ഉയർത്തുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞ സെക്രട്ടറി ആണല്ലോ, ആ സെക്രട്ടറി പഞ്ചായത്തിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആയതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം റെഡ് സോൺ കലക്ടർ പ്രഖ്യാപിച്ച ദിവസം പോലും ഇവർ സ്ഫോടനം നടത്തിക്കൊണ്ട് വലിയ ടോറസ് പോലത്തെ വാഹനങ്ങളാണ് ഈ ഗ്രാമത്തിലൂടെ കടന്നു പോകുന്നത്. അതിനെതിരെ ശക്തമായ പോരാട്ടം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ പ്രദേശത്തിൻ്റെയും ഈ വാർഡിൻ്റെയും എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ മുന്നോട്ട് പോകും. വർഷങ്ങളായിട്ട് ഇപ്പോൾ ഈ കോറി തുടങ്ങിയ മുതൽ തന്നെ എൻ്റെ വീടും കാര്യങ്ങളൊക്കെ ക്രാക്കും കാര്യങ്ങളൊക്കെ വന്ന്, ഇപ്പോൾ വീടിൻ്റെ നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രാക്കും കാര്യങ്ങളും വന്ന് ഈ ഭിത്തിയിലൊക്കെ വെള്ളം ഇറങ്ങി, പിന്നെ കറണ്ട് ഒക്കെ നമുക്ക് കണക്ഷൻ കട്ടായി പോകുന്ന രീതിയിൽ ELC നിൽക്കാത്ത രീതിയിലൊക്കെയാണ് അവസ്ഥകൾ. പക്ഷേ എന്നാലും നമ്മുടെ ഒരു വലിയൊരു ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ ഈ പുറകിൽ ഈ ഒരു മലയുടെ മുകളിൽ 2018 പ്രളയം ഉണ്ടായ സമയത്ത് ഓഗസ്റ്റ് മാസം 9 തീയതി ഉരുൾപൊട്ടലുണ്ടായ, വളരെ വലിയ രീതിയിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലമാണ് ഇത്. ഈ കാണുന്ന ഈ കുന്ന്. ജനരോഷം കണ്ടില്ലെന്ന് നടിക്കാനാണ് അധികാരികൾ ശ്രമിക്കുന്നതെങ്കിൽ പ്രത്യക്ഷ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് പ്രതിഷേധക്കാർ മുന്നറിയിപ്പ് നൽകി. ഞങ്ങളുടെ ആവശ്യം എന്താ വെച്ചാൽ മെയിനായിട്ട് ഞങ്ങൾക്ക് കോറി നിന്നില്ല എന്നുണ്ടെങ്കിൽ തൽക്കാലം ഈ മഴക്കാലം കഴിയുമെങ്കിലും വരെങ്കിലും നിർത്തി വെക്കാൻ. ഞാൻ അത് നിന്നില്ല എന്നുണ്ടെങ്കിൽ താൽക്കാലികമായി ഈ ആളുകളെയൊക്കെ ഒരു ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിക്കണം എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതിന് നിർഭാഗ്യവശാൽ പഞ്ചായത്ത് സെക്രട്ടറിയും ഒക്കെ പറയുന്നത് കലക്ടർ ഓർഡർ വേണം ക്യാമ്പ് നടത്താൻ. അതിന് സമാനമായൊരു സാഹചര്യം പാലക്കാട് ജില്ലയിൽ ഇല്ല എന്നും അതുകൊണ്ട് ഇപ്പം മാറ്റി താമസിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒരു വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ ചോദിക്കും, ഈ ആളുകൾക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം അത് മാറ്റി താമസിച്ചിട്ട് എന്താണ് കാര്യം എന്നുള്ളത്. അതുപോലെ താഴെ പ്രദേശത്ത് ഒരുപാട് വീടുകളാണ്
അതിൽ സങ്കേത കോളനികൾ താഴത്തുണ്ട്. അവരുടെയൊക്കെ അവിടെയുള്ള കുട്ടികൾക്കൊന്നും പഠിക്കാൻ പറ്റാതെ ഈ കുട്ടികളൊക്കെ ഇവിടെയാണ് ഉള്ളത്. ഈ കുട്ടികൾക്കൊന്നും പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. മാത്രമല്ല ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആനുകൂല്യം കിട്ടില്ല. നമ്മൾ എവിടെ പരാതി കൊടുത്തോ തിരിച്ച് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ സ്ഫോടനം നടക്കുന്നതിൻ്റെ ഇരട്ടി ശബ്ദത്തിലാണ് സ്ഫോടനം. അപ്പോൾ അവർ ന്യൂസ് ഡെസ്ക് CCV.